ഇനി വരാൻ പോകുന്നുള്ളൂ. ജർമ്മനിയിലത്തെയും അമേരിക്കയിലെയും കൂടെയുള്ള രണ്ടുപേരുടെയും സ്പൈ വർക്കിനകത്ത് അയാളുടെ ഇൻവോൾവ്മെന്റ് വരും. അത് മോദിജി പിന്നീട് പുറത്തിറക്കും. വെയിറ്റ്. ഈ സമയത്ത് ഞാൻ പറയട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ. ഞാൻ പട്ടാളത്തിലൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത് 87 ഇന്ത്യയിൽ വലിയൊരു സംഭവം നടന്നു. എത്ര പേർക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. അന്ന് നമ്മുടെ ജനറൽ ആയിരുന്ന അന്നത്തെ ആർമി ചീഫ് ആയിരുന്ന സുന്ദർജി എന്നുള്ള പേരും ഇവിടെ എത്ര പേര് കേട്ടിട്ടുണ്ടോ, ഓർമ്മയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഹി വാസ് എൻ അയൺമാൻ. ഈ 87 നടന്നൊരു സംഭവം. അത് ഞാൻ ഐ വോണ്ട് ടു ബ്രിങ് ഇറ്റ് ടു യുവർ നോട്ടീസ്. 87 ഒന്ന് ടെററിസം പീക്കിലായിരുന്നു പഞ്ചാബ്. അതുപോലെ തന്നെ കശ്മീർ വാസ് ബേണിംഗ്. സോ ദാറ്റ് ടൈം ഐ വാസ് എ 2-star സെക്കൻഡ് ലെഫ്റ്റനന്റ് ആർട്ടിലറിയിലായിരുന്നു. പെട്ടെന്ന് ഒരു രാത്രിയിൽ ഓർഡർ വരുന്നു, പഞ്ചാബിൽ പോയി ഡിപ്ലോയ് ചെയ്യാൻ ഞാൻ പറയുന്നു. നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി ഫുൾ ലൈവ് ആമിനേഷനുമായിട്ട് നമ്മൾ പഞ്ചാബില് പാകിസ്ഥാൻ ബോർഡർ ഹുസൈൻവാല ബോർഡറിൽ കൊണ്ടുപോയി ഗൺ ഡിപ്ലോയ് ചെയ്യുന്നു. ഇതിന്റെ ബാക്ക്ഡ്രോപ്പ് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇതിന്റെ ബാക്ക്ഡ്രോപ്പ് 86 തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. 86-ൽ അരുണാചൽ പ്രദേശിൽ ചൈന വന്ന് അറ്റാക്ക് ചെയ്തിട്ട് അവർ പിടിച്ചെടുത്ത സമയത്ത് ഈ ഓർഡർ മിലിറ്ററി ഇന്റലിജൻസ് കിട്ടി. അതുപോലെ തന്നെ മിലിറ്ററി ഓപ്പറേഷനിലെല്ലാം പാസ് ചെയ്ത് ആർമി ചീഫിനെ അറിയിച്ചു. പക്ഷെ PMO സൈഡിൽ നിന്നൊന്നും ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. ഇവർ വെരി കൂൾ. ചൈന നമ്മുടെ ആൾക്കാരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ചൈന നമ്മുടെ ആള്, പാകിസ്ഥാൻ നമ്മുടെ ആള്. അവിടെ പോകുന്നു, സംസാരിക്കുന്നു. ഇപ്പോഴും പാകിസ്ഥാന്റെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണിശങ്കർ അയ്യരെ പോലുള്ള ആന്റി നാഷണൽ, ഇവരൊക്കെ മിനിസ്റ്റർ ആയിരുന്നു പണ്ടത്തെ കാലത്ത്. അവിടെ പോയിരുന്നുകൊണ്ട് നവാസ് ഷെരീഫിന്റെ കാലം പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ മോദിനെ ഒന്ന് താഴ്ത്തിറക്ക്, എന്നാൽ നിങ്ങൾ ഇന്ത്യയിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്ന ആന്റി നാഷണൽസ് നമ്മുടെ കുട്ടികളുടെ സുരക്ഷയെ പോലും നോക്കാതെ ആന്റി നാഷണൽ ആയിരുന്ന ഒരുവിധം പാർട്ടിക്കാർ ഭരിച്ചിരുന്ന സമയത്ത് അവിടെ പട്ടാളത്ത് സർവീസ് ചെയ്യാൻ യോഗമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഈ സമയത്ത് ഇതൊക്കെ കണ്ടതാണ്. എന്തായിരുന്നു അതിന്റെ കാരണം? PMO പോലും അറിയാതെ അരുണാചൽ പ്രദേശത്തെ തിരിച്ചു പിടിച്ചെടുത്തു സുന്ദർജി 7 മാസത്തിന്റെ സൈലൻസിന് ശേഷം. അതിനുശേഷം he was summoned to the PMO and he was asked not to do anything against China. ഇന്ന് ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ മുന്നിൽ ഇതുപോലൊരു സംഭവം നടക്കുമോ? ചൈന അവിടുന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് മാന്തി കൊടുക്കും. അതാണ് ഇന്നത്തെ അവസ്ഥ. അവിടെ റോഡുകൾ വരുന്ന സമയത്ത് അന്ന് ഇവരുടെ റോഡ് എന്താണ് അവർ പറഞ്ഞത്? ചൈന ആന്റഗനൈസ് ചെയ്യരുത്. അവിടെ റോഡ് വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അത് ഡിസ്റ്റർബ് ആയിരിക്കും. ചൈന നിന്റെ അമ്മയച്ചനോ? അവർക്ക് ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രശ്നം? ഇത് ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റുകൾ ഉണ്ടായിരുന്ന സമയത്താണ് സഡൻലി 2014 ഒരു സന്യാസി വരെ വന്ന് കയറുന്നു. ഇന്നേ വരെ അവരുടെ മിനിസ്ട്രിയിൽ ഈ 10 വർഷമായിട്ട് ഏതെങ്കിലും ഒരു മിനിസ്റ്ററുടെ അഗൻസ്റ്റ് ഒരു കറപ്ഷൻ ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തതാണ്. അപ്പം അതാണ് നമുക്ക് ആവശ്യം. നമ്മുടെ രാജ്യത്തിനെ പുരോഗതിയിലോട്ട് കൊണ്ടുപോകുന്നു, നമ്മുടെ കുട്ടികളുടെ സുരക്ഷതയും. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ എന്താണ് സുരക്ഷ? ഇപ്പൊ കേരള സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും പലതും ക്രിറ്റിസിസം വരുന്നുണ്ട്. പക്ഷെ എന്റെ കുട്ടിക്ക് ഇന്ന് കോളേജിൽ പോയി കഴിഞ്ഞാൽ കൂട്ടടിയും കൂട്ടബലാത്സംഗവും കൂട്ടമായിട്ട് തല്ലിക്കൊല്ലലും ആണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് ആവശ്യം ശക്തമായിട്ടുള്ള ഒരു റൂൾ. അത് കേരളത്തിലും വേണം. അത് കേരളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 6 അടി 2 ഇഞ്ച് പൊക്കമുള്ള ഒരാളെ നിങ്ങൾക്ക് തൃശ്ശൂർ കിട്ടിയല്ലോ. ഇതിൽ കൂടുതൽ എന്ത് വേണം? അവിടെ 56 ഇഞ്ച് ചെസ്റ്റുള്ള മോദിജി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ പലതും പറഞ്ഞു. 56 ഇഞ്ചല്ല, 560 ഇഞ്ച് ചെസ്റ്റാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ മുന്നിൽ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യന്റെ മുന്നിലോട്ട് നമുക്ക് ഇവിടുന്ന് ഒരാളെങ്കിലും പറഞ്ഞയക്കാൻ ഒരു നല്ല മനുഷ്യന്, രാഷ്ട്രീയക്കാരനല്ല, ഒരു നല്ല മനുഷ്യനോട് നമുക്ക് പറഞ്ഞയക്കണം. നമ്മുടെ കുട്ടികൾക്ക് നമുക്കും ആവശ്യമുള്ളത് എന്താണെങ്കിൽ ഇന്ന് തൃശ്ശൂരിനെ പറയും ഇത്രയും വലിയ കേരളത്തിന്റെ കൾച്ചറൽ സെന്റർ എന്ന് പറയുന്നത് ജാതിപത ഭേദമില്ലാതെ നമ്മൾ തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നുണ്ട്. കണ്ടിട്ടില്ലേ? നമ്മൾ തമ്മിൽ എന്താണ് പ്രശ്നം? നിങ്ങൾക്കോ എനിക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? രാഷ്ട്രീയപരമായിട്ട് BJP സ്റ്റാമ്പ് അടിച്ചു വെച്ചിരിക്കുകയാണ് വർഗീയരെന്ന്. എന്നാൽ വർഗീയത കാണിക്കുന്ന ആരാണ്? ഈ ഇടതും വലതും. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് തമ്മിൽ യാതൊരു പ്രശ്നമില്ലെന്ന്. ഞാനിപ്പോ മിനിഞ്ഞാന്ന് കണ്ണൂർ പോയ സമയത്ത് ഹോട്ടലുണ്ടായിട്ടും എന്റെ സുഹൃത്ത് സിദ്ദിഖിന്റെ വീട്ടിലാണ് ഞാൻ പോയി കിടന്നത്. കാരണം നോമ്പറക്കാൻ വേണ്ടി പോയി അവിടെ തന്നെ കിടന്നു തുടങ്ങി.
അപ്പൊ സിദ്ദിഖും ചോദിക്കുന്നുണ്ട്, രവിയേട്ടാ നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? പക്ഷെ പേപ്പർ തുറന്നാൽ ഓരോരുത്തന്മാരുടെ സ്റ്റേറ്റ്മെന്റ് കാണാം. അത് ചുവന്ന പൊടിയായിരിക്കും പിറകില്, അല്ലെങ്കിൽ വേറെ ആയിരിക്കും. എന്ത് തന്നെയായാലും വർഗീയത മാത്രം പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം ഏത് ഹിന്ദുവും മുസ്ലിമും തമ്മിലാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? ഒരു പ്രശ്നമില്ല. പറയാനുണ്ട്, ചോദിച്ചാൽ അപ്പൊ നേരെ നോക്കൂ. ഇപ്പം പറയാനുള്ളത് മണിപ്പൂർ, അവിടെ ആരാണ്? അവിടെ 2 ക്രിസ്ത്യൻസ് തന്നെയായിരുന്നു. അത് ഗോത്രവർഗ്ഗങ്ങൾ, അതൊന്നും പറ്റില്ല, അതൊന്നും ഞങ്ങൾക്കറിയില്ല. മോദി അവിടെ പോയില്ല. മോദിജി എല്ലാം അവിടെ പോകേണ്ടത് അവിടെ ഹോം മിനിസ്റ്റർ ആണ്. അന്ന് ഹോം മിനിസ്റ്റർ അവിടെ പോയി 3 ദിവസം അവിടെ ഇരുന്നിട്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാജി. അത് പറ്റില്ല. എന്തെങ്കിലും പറയണം നിങ്ങൾക്ക്, വർഗീയത അല്ലെങ്കിൽ ഇതുപോലുള്ള അക്യൂസേഷൻസ്, ഇതെല്ലാം ഒന്നും നടക്കില്ല. നമ്മുടെ ഫൈനാൻസസ് ഗോൺ ടു ഹൈ, ഇതൊന്നും ഇവർക്ക് പിടിക്കില്ല. അപ്പം അധികം ഞാൻ നീട്ടുന്നില്ല. നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ മകനായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപി. നിങ്ങളുടെ അച്ഛനായി മാറി, നിങ്ങളുടെ മകനായി മാറി, നിങ്ങളുടെ ബ്രദറായിട്ട് മാറിയിട്ട് സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം തോറ്റതിന് ശേഷം ഈ 5 വർഷം ഇവിടെ തന്നെ നിന്നു, വിട്ടെറിഞ്ഞു പോയില്ല. ഇവിടെ തന്നെ നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിന്നു. കാരണം he had that liking towards you all and he started liking. എനിക്ക് തോന്നുന്നു അധികപക്ഷം ഇവിടെ തന്നെ ഒരു സ്ഥലം വാങ്ങിച്ചപ്പോൾ ഏതായാലും വോട്ടർ കാർഡൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി തിരുവനന്തപുരത്ത് പോകുന്നു എനിക്ക് തോന്നുന്നില്ല. He should be remain here. You all should hold him here. നല്ല മനുഷ്യരെ കിട്ടാൻ വലിയ വിഷമമാണ്. അതുകൊണ്ട് ഇങ്ങനൊന്നിനെ കിട്ടിയത് നമ്മൾ കളയരുത്. സോ നേരത്തെ ആരോട് പറഞ്ഞു, നിങ്ങൾ ഈ 70 ആള് അല്ലെങ്കിൽ 700 ആൾക്കാർ 10 പേരെ വെച്ച് കഴിഞ്ഞാലും 7000 അല്ലെങ്കിൽ 100 പേരെന്ന് പറയുമ്പോൾ 70,000. നമ്മൾക്കിപ്പോ എനിക്ക് കാണുമ്പോൾ അറിയാം, നമ്മളിപ്പോ കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ്. ആ ദിവസം വോട്ടിട്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന വോട്ടുകൾ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കൊണ്ട് 4 മണിയാകുമ്പോഴത്തേക്കും അവരെ ബൂത്തിൽ കൊണ്ടുവരും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ ഞാൻ വോട്ട് ചെയ്തിട്ട് എവിടെ ജയിക്കാൻ, ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ അവരെ ജയിക്കുക തോൽക്കാൻ തുടങ്ങി. നോ, യു ആർ ദാറ്റ് വൺ വോട്ട്. ഇന്ന് ഞാൻ ആലപ്പുഴയിൽ ഒരു കംപ്ലീറ്റ് കമ്പ്യൂട്ടർ അനലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷനും വാർഡും ഇതിലെല്ലാം തോറ്റിരിക്കുന്നത് 5 വോട്ടിനും 4 വോട്ടിനും 1 വോട്ടിനും ഒക്കെ തോറ്റിട്ടുണ്ട്. ആ 1 വോട്ടാണ് നിങ്ങളിൽ ഇരിക്കുന്നത്. ആ 1 വോട്ട് ഒരിക്കലും നിങ്ങൾ പാഴാക്കി കളയരുത്. Go to the vote and make sure that he will go to Delhi and hold Modiji's hand to strengthen his hand for you all, not for him. ഇതാണ് എനിക്ക് ആവശ്യം. ഇതിനെ കൂടുതൽ എനിക്ക് പിന്നെ വേറൊരു പ്രോമിസ് കൂടെ ഞാൻ പറയാം. ഞാനും അത് തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ ഞാൻ ഈ സുരേഷ് എന്ന് വിളിക്കുമ്പോൾ എന്റെ അനിയനാണ്, വയസ്സിനും കുറവാണ്, കണ്ടാൽ ഞാൻ യങ്ങാണ്, അത് വേറെ കാര്യം. അതുകൊണ്ട് സുരേഷിന്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. മോനെ, ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് എന്നോട് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അവിടെ എത്തിച്ചിരിക്കും. അത് എത്തിച്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രോമിസ് ചെയ്യുന്നു, any problems, as long as I am alive, I'll put it up to him and I'll make sure that he will do it for us. അതെനിക്ക് പറയേണ്ട ആവശ്യം വരില്ല, അല്ലാത്തന്നെ സുരേഷ് ചെയ്തിരിക്കും. അതുകൊണ്ട് I request you all, don't sleep on that 26th of this month. ആ ദിവസം നമ്മൾ ഓരോരുത്തരും ഒരു ബൂത്ത് മെമ്പറെ പോലെ നമ്മൾ വർക്ക് ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉറങ്ങുന്ന വോട്ടുകളെ വിളിച്ചെഴുന്നിട്ടുകൊണ്ട് ബൂത്തിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ he will win with a big huge margin. That is what I want for you all, not for him. Thank you so much. ഇത്രയും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൽ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കട്ടെ, യെസ്, ആദ്യത്തെ MP ആയിട്ട് സെലക്ടഡ് MP ആയി, എലക്ടഡ് MP ആയി തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി മോദിജിക്ക് കൊടുത്താൽ yes, I'll be proud of it. Thank you so much and God bless you all and a big Jai Hind. Thank you, sir. He spoke with so